ഇതുപോലൊരു പ്രീമിയം ഇൻറ്റീരിയർ കിച്ചൺ ചെയ്ത ശേഷം അതിന് ഒത്ത നടുക്കായിട്ടൊരു വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്യുമ്പോൾ പലർക്കും അതൊരു അലോസരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷനുമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അണ്ടർ സിങ്കാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ സിങ്കിനടിയിൽ ഒരു 3 പിൻ പോയിൻറ്റും ഒരു വാട്ടർ കണക്ഷനും, റിജക്റ്റ് വാട്ടർ പോകാനായിട്ട് സിങ്കിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. സിങ്കിന് എടുക്കുന്ന സെയിം കണക്ഷൻ തന്നെ നമുക്ക് വെള്ളവും എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോ ലൈഫിൻ്റെ വൈബർ നെക്സ്റ്റ് UTC എന്നൊരു പറഞ്ഞ മോഡലാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അൺബോക്സിങ്ങും ഇൻസ്റ്റലേഷനുമാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഇതിനകത്തൊരു ഇൻസ്റ്റലേഷൻ കിറ്റും പ്രീ ഫിൽറ്റർ ബൗളുമാണ്, ഒരു ബോക്സാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രോ ലൈഫിൻ്റെ 75 GPD മെംബ്രെയിനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാറ്റലോഗ്, പിന്നുള്ളത് ഒരു തെർമോക്കോളാണ്, അത് നമുക്ക് ആവശ്യമില്ല, എടുത്ത് മാറ്റാം. പിന്നെ ഇതിൽ നമുക്കിത് കാണുന്നത് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള ട്യൂബുകളാണ്. അത് 3 സൈസിലാണ് വരുന്നത്, 2 സൈസിലും 2 കളറിലും. പിന്നെ ഉള്ളത് ഇതിൻ്റെ ടാപ്പാണ്. നമ്മൾ ഓൾറെഡി സെയിം സിങ്ക് ടാപ്പിൽ തന്നെ കൊടുക്കാനുള്ളത് കൊണ്ട് ആ ടാപ്പ് നമ്മൾ മാറ്റി വയ്ക്കുന്നു. പിന്നെ അത് വാട്ടർ പ്യൂരിഫയറിൻ്റെ വൈബർ എന്ന് പറഞ്ഞൊരു മോഡലാണ്, കാണാൻ അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്, അതും മാറ്റി വയ്ക്കാം. പിന്നെ ഉള്ളത് മറ്റൊരു തെർമോക്കോൾ, അത് ഒഴിവാക്കാം. പിന്നെ ഇതിൻ്റെ പ്രഷർ ടാങ്കാണ്. പ്രഷർ ടാങ്ക് നല്ല സേഫായിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പ്രഷർ ടാങ്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അതിനകത്ത് കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, ആ ഒരു ടാങ്ക് മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്കതിൻ്റെ പ്യൂരിഫയർ ഒന്ന് കവറുകളൊക്കെ ഒന്ന് മാറ്റി അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇൻസ്റ്റലേഷൻ കിറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഒരു പ്രീ ഫിൽറ്റർ ബൗൾ നല്ല പ്രീമിയം ലുക്കിൽ തന്നെ ഉണ്ട്. ഇനി അതിനകത്ത് ഒരു സ്പണ്ണ്, പ്രോ ലൈഫിൻ്റെ തന്നെ നല്ലൊരു സ്പണ്ണും ഉണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ ബൗൾ കീ ആണ്. ഇവർ മുമ്പൊന്നും ബൗൾ കീ തന്നുകൊണ്ടിരുന്നില്ല, ഇപ്പോൾ ഇതിൻ്റെ മെഷീൻ്റെ കൂടെ തന്നെ അത് അഴിക്കാനുള്ള കീയും നൽകുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൽ നോക്കുമ്പോൾ ഒരു ചാർജർ ടൈപ്പ് SMPS, അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നുള്ളത് കുറച്ച് കുറ്റി കൊളുത്ത സാധനങ്ങളൊക്കെയാണ്, അത് ഇതിൻ്റെ കണക്റ്റേഴ്സും മറ്റുള്ള സ്ക്രൂ മറ്റ് ഫിറ്റിങ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രഷർ ടാങ്കിന് ഒരു കണക്ടർ സെറ്റ് ചെയ്ത് വിടാം, എന്നിട്ട് ആ സാധനത്തിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പ്രീ ഫിൽറ്റർ ബൗളിനകത്ത് സ്പൺ ഫിൽറ്റർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രോ ലൈഫിൻ്റെ നല്ലൊരു ക്വാളിറ്റി സ്പൺ ഫിൽറ്റർ തന്നെയാണ്, അത് നമുക്ക് ആഡ് ചെയ്തിട്ട് ഇനി ഇത് രണ്ടിൻ്റെ കണക്റ്റേഴ്സ് ഒന്ന് പുഷ് ടൈപ്പ് തന്നെയാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കണക്റ്റേഴ്സ് ഇട്ട് പ്രീ ഫിൽറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് മെംബ്രെയിൻ നമുക്ക് ലോഡ് ചെയ്യേണ്ടതുണ്ട്, കാരണം മെംബ്രെയിൻ എപ്പോഴും ഔട്ട് സൈഡാണ് വരാറുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കവറൊന്ന് അഴിച്ച് മാറ്റിയ ശേഷമാണ് മെംബ്രെയിൻ ലോഡ് ചെയ്യുക. ഒരു ശരാശരി വാട്ടർ പ്യൂരിഫയർ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് ഇതുപോലിരിക്കും. അതിൽ ഒരു സെഡിമെൻറ്റ്, ഒരു പ്രീ കാർബൺ, പിന്നെ ഒരു പോസ്റ്റ് കാർബൺ, പിന്നെ ഒരു കോപ്പർ ആൽക്കലൈൻ കാട്രിഡ്ജും ഉണ്ട്. പിന്നെ പ്രോ ലൈഫിൻ്റെ തന്നെ നല്ലൊരു പമ്പുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്, മുമ്പൊക്കെ ഒരു UV ട്രീറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരു UV ചേമ്പറും ചോക്കും അതിൻ്റെ ഒരു ട്യൂബ് പോലത്തെ ഒരു ലാമ്പൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ LED പോലത്തെ തന്നെയാണ് UV ലാമ്പ് വരുന്നത്. അതും വളരെ ലെങ്ത്ത് കുറഞ്ഞതും പക്ഷേ പവർഫുള്ളാണെന്നാണ് കമ്പനി പറയുന്നത്. അതിൻ്റെ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ട്രസ്റ്റഡ് ആണെന്നാണ് നമ്മളുടെ അനുഭവത്തോളം നോക്കണപ്പോൾ. ഇനി നമുക്ക് മെംബ്രെയിൻ ഒന്ന് ലോഡ് ചെയ്തിട്ട് അടുത്ത പരിപാടി നോക്കാം. മെംബ്രെയിൻ ലോഡ് ചെയ്തു, അതിൻ്റെ ക്ലിപ്പും കൂടെ ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ശരിക്കുള്ള യുദ്ധഭൂമിയിലേക്ക് കടക്കുന്നത്. ഒരു അണ്ടർ സിങ്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പോയി കുനിഞ്ഞു നിന്ന് ആ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളുടെ മുട്ടുകാലും നടുവിനൊക്കെ കാര്യമായി തന്നെ വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഇതിൻ്റെ പ്രീ ഫിൽറ്ററിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രോസസ്സ് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഫൈനൽ റണ്ണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വല്ല ലീക്ക് ഉണ്ടോ എന്നൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് പോയ ശേഷം വല്ല ഡ്രോപ്പ് എന്നുള്ളൊരു പരാതി ഒഴിവാക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഈക്വലാണ്, എന്നാലും ഒരു 40-60 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അങ്ങനെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇതിനകത്ത് ഓൾറെഡി സിങ്കിൻ്റെ ടാപ്പിൽ തന്നെ കണക്ഷൻ കൊടുക്കുന്നത് കൊണ്ട് പ്യൂരിഫൈ ചെയ്ത് പ്രഷർ ടാങ്കിലേക്ക് വരുന്നു. പ്രഷർ ടാങ്കിൻ്റെ ഔട്ട് നമുക്ക് സിങ്ക് ടാപ്പിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇനി ഈ സാധനം ഡോർ അതിൻ്റെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനൊരു സാധനം ഉള്ളതായിട്ട് തന്നെ ആർക്കും അറിയില്ല. ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ഷവർ ടൈപ്പിലാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെത്തേഡ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്